നിയമന കൈക്കൂലി കേസിൽ അഖിൽ സജീവ് ഉൾപ്പെടെയുള്ള പ്രതികളെ സഹായിച്ചവരിലേക്ക് അന്വേഷണം നടത്താൻ മടിച്ച് പോലീസ്. CITU ഫണ്ട് തട്ടിപ്പ് നടത്തി മാസങ്ങളോളം മുങ്ങി നടന്ന അഖിൽ സജീവിന് സംരക്ഷണം ഒരുക്കിയത് ആരാണെന്ന് ഇതുവരെ പോലീസിന് കണ്ടുപിടിക്കാനായില്ല. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അഖിൽ മാത്യുവിന്റെ പേര് ആദ്യം തട്ടിപ്പിനായി ഉപയോഗിച്ചത് അഖിൽ സജീവാണെന്ന് കേസിന്റെ നിർണായക ഘട്ടത്തിലാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. അഖിൽ സജീവാണ് കേസിന്റെ മുഖ്യ സൂത്രധാരനെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ മുഖ്യ സൂത്രധാരൻ തട്ടിപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളിലെയും തട്ടിപ്പിലെ പ്രധാന കണ്ണിയായ ആളാണ്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഇത് വ്യക്തമാണ്. പത്തനംതിട്ടയിൽ CITUവിനെ തന്നെ ലക്ഷങ്ങൾ തട്ടിച്ച കേസിൽ പോലീസിൽ പരാതി ഉണ്ടായിട്ടും മാസങ്ങളോളമാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. CPIMന്റെ ട്രേഡ് യൂണിയനായ CITUവിനെ പറ്റിച്ചിട്ടും പ്രതിയെ ആർക്കും തൊടാൻ പോലും കഴിയാത്തത് ഇയാളുടെ തട്ടിപ്പുകളിൽ കൃത്യമായ സംരക്ഷകൻ ഉണ്ടായിരുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിലേക്കൊന്നും അന്വേഷണം കൊണ്ടുപോകാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അഖിൽ സജീവ് ചെന്നൈയിലും തേനിയിലും ഒളിവിൽ കഴിഞ്ഞു എന്നാണ് പോലീസ് തന്നെ സ്ഥിരീകരിച്ചത്. ഇവിടെയൊക്കെ ഒളിത്താവളം ഒരുക്കിയത് ആരാണെന്നും പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.